നിയമസഭയിൽ പ്രതിപക്ഷത്തുള്ള ഇടതുമുന്നണിയുടെ അടവുകളെല്ലാം ഓരോന്നോരോന്നായി പാളുകയാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള ഭരണപക്ഷത്തിന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കി കൊടുക്കുന്നതാണ് LDFന്റെ പക്വതയില്ലാത്ത നീക്കങ്ങളാണ് എന്ന് മുന്നണിക്കുള്ളിൽ തന്നെ കടുത്ത വിമർശനം ഉയരുകയാണ്. സഭയിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മെനയുന്ന തന്ത്രങ്ങളെല്ലാം ഒടുവിൽ പ്രതിപക്ഷത്തിന് തന്നെ തിരിച്ചടിയാകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം നിയമസഭയിൽ കണ്ടത്. നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. ഈ നിയമസഭയ്ക്ക് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. കാരണം മുൻപ് മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നയാൾ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലും, മുൻപ് പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരുന്നയാൾ ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയിലും ഇരിക്കുന്ന കർമ്മയുടെ വിളയാട്ടമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിയമസഭയ്ക്കകത്ത് നടന്നത്. അതുകൊണ്ട് തന്നെ ഈ നിയമസഭ വളരെ പ്രാധാന്യമുള്ളതായിരുന്നു. കാരണം രണ്ട് കൂട്ടരുടെയും, അതായത് പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും ഭരണ മികവുകൾ നമുക്കറിയാം. ഏതൊരു കാര്യത്തിലും തുടക്കത്തിലാണ് വലിയ ആവേശം കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ആവേശം കാണിക്കാൻ പറ്റുന്ന ഒരു ജനങ്ങൾക്കിടയിലേക്ക് അത് ഇറക്കിക്കൊണ്ട് ചെല്ലാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ദിവസം തന്നെയായിരുന്നു നിയമസഭയ്ക്കകത്ത്. കന്നി MLA-മാരെല്ലാം തന്നെ അവരുടെ കൃത്യമായ പ്രസംഗം നടത്തി ജനങ്ങളുടെ കയ്യടി നേടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും ഒന്നിന് മെച്ചമായിരുന്നു. പ്രതിപക്ഷത്ത് ഉണ്ടായിരുന്നവർ നമുക്ക് പറയാൻ സാധിക്കില്ല, ഭരണപക്ഷത്ത് ഉണ്ടായിരുന്നവർ ഒന്നിനൊന്നിന് മികച്ചതായിരുന്നു നമുക്ക് പറയാം. അതിനേക്കാൾ ഉപരിയല്ല ഇപ്പോൾ മികച്ചു നിൽക്കുന്ന സ്പീക്കർ തന്നെയാണ് എന്നുള്ളതാണ്. ആ സ്പീക്കറിന്റെ മികവ് എല്ലാവരും എടുത്തു പറയുകയും കൈയടിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നിട്ടുണ്ട്. ഇനി പ്രതിപക്ഷത്തിലേക്ക് വരികയാണെങ്കിൽ, ഭരണപക്ഷത്തിരുന്നപ്പോൾ വലിയ തീപാറിയ തരത്തിലുള്ള പ്രതിരോധങ്ങൾ തീർക്കുകയും ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കുകയും ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കുകയും ഒക്കെ ചെയ്ത ഭരണപക്ഷം ഇപ്പോൾ പ്രതിപക്ഷ കസേരയിൽ ഇരുന്നപ്പോൾ തണുത്തുറഞ്ഞ നിലയിലാണ്. പല ഘട്ടത്തിലും തൊട്ടടുത്തിരിക്കുന്ന മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ഒരു നുള്ളിയെങ്കിലും എഴുന്നേറ്റ് പ്രതികരിക്കൂ എന്ന് പറയേണ്ട ഗതികേട് ബാലഗോപാലിന് വന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അത് മാത്രവുമല്ല, പലപ്പോഴും പല പ്രതിസന്ധിയിലും നിർത്തുന്നത്, അതായത് വാക്കൗട്ട് അടക്കം പിണറായി വിജയൻ വാക്കൗട്ട് അടക്കം നടത്തിയിട്ടും കെ രാജൻ അവിടെ നിന്ന് സ്പീക്കറോട് തട്ടിക്കയറുന്നുണ്ട്. അപ്പോഴും ഞാൻ ആരാ എന്നുള്ള മട്ടിൽ പിണറായി വിജയൻ തിരിഞ്ഞു നോക്കുന്നതൊക്കെ നമുക്ക് കാണാമായിരുന്നു. എന്തായാലും ഒരു തണുത്ത മട്ടാണ്. അതിന്റെ പ്രധാന കാരണം മറ്റൊന്നുമല്ല, ഈ നിയമസഭാ കാലയളവിലാണ് ഈ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ കൂടിയായ വീണ വിജയന്റെ EDയുടെ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ, അതുപോലെ തന്നെ ഈ ED വന്ന ഈ അക്കൗണ്ടുകളെല്ലാം തന്നെ, ബാങ്ക് അക്കൗണ്ടുകളെല്ലാം തന്നെ, അതും തിരുവനന്തപുരത്ത് വന്നു നിന്ന് എല്ലാ റെയ്ഡും നടത്തിയത്. അന്നും നിയമസഭ ചേർന്നിരുന്നു. ആ നിയമസഭ ചേരുന്ന ദിവസം തന്നെ മാധ്യമപ്രവർത്തകർ പ്രതിപക്ഷ നേതാവിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ റെയ്ഡ് നടക്കുകയാണല്ലോ എന്ന് പറയുന്നു ലോക്കർ തുറക്കുമ്പോൾ എന്തൊക്കെയോ വലിയ സംഭവം കിട്ടും, നിങ്ങൾ എന്തായാലും ആ വിസ്മയം കിട്ടും, നിങ്ങൾ എന്തായാലും ക്യാമറയും കൊണ്ട് അങ്ങോട്ട് പൊക്കോ എന്നൊക്കെ പറയുന്ന പിണറായി വിജയനെ കാണാമായിരുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ വലിയ വീറും വാശിയാണെങ്കിലും ഇതൊന്നും സഭയ്ക്കകത്ത് കാണുന്നില്ല. പ്രത്യേകിച്ച് വി.ഡി. സതീശന്റെ മുന്നിൽ ഇതൊക്കെ തന്നെ താറുമാറായി പോകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഈ നമ്മുടെ ചെന്നിത്തലയെ ചൊറിഞ്ഞാൻ തുടങ്ങിയത് വി.ഡി. സതീശൻ വിഴിഞ്ഞത്ത് വന്ന് നിൽക്കുമ്പോഴും സംഗതി തിരിച്ചടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമാകുന്നു. എന്തായാലും നിയമസഭയിൽ ഭരണപക്ഷത്തെ നേരിടാൻ ശക്തമായ കൂട്ടായ്മ വേണമെന്നിരിക്കെ LDFൽ നിലനിൽക്കുന്ന ആഭ്യന്തര തർക്കങ്ങൾ പ്രതിപക്ഷ നിരയെ പൂർണ്ണമായി നിശ്ചലമാക്കിയിരിക്കുകയാണ്. പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലി CPM-ഉം CPI-യും തമ്മിലുള്ള തർക്കം ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. എന്തായാലും ഈ തർക്കം കാരണം നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ പോലും ഇടതുപക്ഷ നിയമസഭാ കക്ഷിയോഗം ചേരാൻ കഴിഞ്ഞിട്ടില്ല. ഇടതുമുന്നണിയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടാകാത്ത പ്രതിസന്ധിയാണിത്. സഭയിൽ എങ്ങനെ ഒന്നിച്ച് നീങ്ങണം എന്നതിനെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കാൻ പോലും കഴിയാത്ത വിധം ഭിന്നത രൂക്ഷമായതാണ് LDFന് സഭയ്ക്കുള്ളിൽ നിരന്തരം തിരിച്ചടിയുണ്ടാകുന്നത്. കൂടുതൽ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തിയില്ല എങ്കിൽ സഭയിൽ പ്രതിപക്ഷം കൂടുതൽ ഹാസ്യ കഥാപാത്രങ്ങളായി മാറുമെന്ന മുന്നറിയിപ്പാണ് ഘടകകക്ഷികൾ നൽകുന്നത്. സമരക്കാർക്ക് നേരെ പോലീസ് ചെളിവെള്ളം അടിച്ചുവെന്ന് സഭയിൽ ആരോപിച്ച് ഭരണപക്ഷത്തെ വെട്ടിലാക്കാൻ CPI നേതാവ് കെ രാജൻ കുപ്പിയിലാക്കി കൊണ്ടുവന്ന ചെളിവെള്ളമാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആദ്യത്തെ വലിയ തിരിച്ചടിയായി മാറിയത്. ആ വെള്ളം റോഡിലെ ചെളിക്കുഴിയിൽ നിന്നും കോരിയെടുക്കുന്നതാണെന്ന് സഭയിൽ തെളിഞ്ഞതോടെ പ്രതിപക്ഷം അക്ഷരാർത്ഥത്തിൽ നാണം കെട്ടു. രാജൻ കൊടുത്ത ഈ പണിക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തൊട്ടതെല്ലാം പിഴയ്ക്കുകയെന്ന അവസ്ഥയാണ് ഉണ്ടായത്. പ്രതിപക്ഷ നിരയിലെ ഈ ആശയക്കുഴപ്പം രൂക്ഷമായതോടെ സഭയിൽ എഴുന്നേറ്റ് നിന്ന സകല കാര്യങ്ങൾ തുറന്നു പറയാൻ പിണറായിയുടെ മുൻ ധനമന്ത്രി KN ബാലഗോപാൽ ആക്രോശിച്ചതും മുന്നണിയിലെ ഏകോപനമില്ലായ്മ പരസ്യമായി കാണാൻ സാധിക്കും. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിനുള്ള നിർദ്ദേശമടങ്ങിയ ധനബില്ല് ചർച്ചയിലാണ് പ്രതിപക്ഷത്തിന്റെ തന്ത്രങ്ങൾ പൂർണ്ണമായും പാളിയത്. മദ്യക്കമ്പനികളെ സഹായിക്കാൻ സർക്കാർ ഒത്താശ ചെയ്യുന്നുവെന്ന് കുറ്റപ്പെടുത്തി സഭ ബഹിഷ്കരിച്ച് രാഷ്ട്രീയ പ്രതിരോധം തീർക്കുകയായിരുന്നു പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം. ബില്ല് സഭയിലേക്ക് സർക്കാർ
ഒളിച്ചു കടത്തിയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സഭയ്ക്കകത്തും പുറത്തും ഉയർത്തിയ പ്രധാന വിമർശനം. എന്നാൽ ഈ ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ നേരിട്ട് നിയമസഭയിൽ പരിഗണിക്കാൻ തീരുമാനിച്ചത് കാര്യോപദേശക സമിതിയായിരുന്നു. ഈ സമിതിയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPI നേതാവ് K രാജനുമുണ്ട്. സഭയിൽ വെച്ച് ഇതിനെ എതിർക്കാത്ത പ്രതിപക്ഷ നേതാവ് ബില്ലിൽ സഭയിൽ വന്നപ്പോൾ രാഷ്ട്രീയ നാടകത്തിന് മുതിർന്നത് സ്വയം പരാജയപ്പെടുന്നത് വാദമാണ് എന്ന് ഭരണപക്ഷം ചൂണ്ടിക്കാട്ടി. മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി VD സതീശനാകട്ടെ മുൻപ് ഇടതു ഭരണകാലത്ത് KN ബാലഗോപാൽ അവതരിപ്പിച്ച അവസാന ബജറ്റുമായി ബന്ധപ്പെട്ട ധനബില്ല് ഇതേപോലെ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ നേരിട്ട് സഭയിൽ കൊണ്ടുവന്ന കാര്യം അക്കമിട്ട് നിരത്തി പ്രതിപക്ഷത്തിന്റെ വായടപ്പിക്കുകയും ചെയ്തു. വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റ വിഷയത്തിൽ സർക്കാരിനെതിരെ ഇടതുപക്ഷം സ്വീകരിച്ച നിലപാടും സഭയിൽ വേണ്ടത്ര ഫലിച്ചില്ല. സഭാ നടപടികളിലും നിയമങ്ങളിലും അതീവ സാമർത്ഥ്യക്കാരനായ മുഖ്യമന്ത്രി VD സതീശനോട് ഏറ്റുമുട്ടാൻ കൃത്യമായ ഹോംവർക്കോ ദീർഘവീക്ഷണമോ ഇല്ലാതെയാണ് പ്രതിപക്ഷം എത്തുന്നത് എന്ന് LDFിലെ മുതിർന്ന നേതാക്കൾ തന്നെ സമ്മതിക്കുന്നു. സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ലഭിക്കുന്ന സുവർണ അവസരങ്ങൾ പലതും പ്രതിപക്ഷത്തിന്റെ പക്വതയില്ലാത്ത നീക്കങ്ങളും തന്ത്രങ്ങളിലും പാളിച്ചകളും കാരണം നഷ്ടപ്പെടുകയാണ്. ഈ വീഴ്ചകളാണ് യഥാർത്ഥത്തിൽ VD സതീശൻ സർക്കാരിന് സഭയിൽ വൻ മുൻതൂക്കം നൽകുന്നതും ജനഹൃദയങ്ങളിൽ മുൻതൂക്കം നൽകുന്നതും.